മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ വീരമൃത്യു വരിച്ച കൊല്ലം കുണ്ടറ കോവിൽമുക്ക് ഗിരീഷ് ഭവനിൽ ഗിരീഷ് കുമാർ വീരമൃത്യു വരിച്ചു. തിരഞ്ഞെടുപ്പ് ജോലിക്ക് ശേഷം താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് കുണ്ടറ കോവിൽമുക്കിലുള്ള വീട് വരെ വിലാപയാത്ര. വിവിധ സന്നദ്ധ സൈനിക സംഘടനകളും ബൈക്ക് റാലിയും വിലാപയാത്രയിൽ പങ്കുചേർന്നു. ജവാന്റെ വീടിന് തൊട്ടടുത്ത ശ്രീകണ്ഠൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. ജവാൻ ഗിരീഷ് കുമാറിൻ്റെ വിയോഗത്തിൽ ഈ നാടിൻ്റെ മുഴുവൻ ദുഃഖം ഈ ഭവനത്തിലേക്ക് ഒഴുകിയെത്തുന്നതാണ് നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്നത്. അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല ഓർമ്മകളാണുള്ളത്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടെ വന്നിട്ടാണ് പോയത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കി തിരികെ മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ വീരമൃത്യു ഉണ്ടായത്. തീർച്ചയായും രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നതിനിടയിലാണ് ധീര ജവാൻ നമ്മളിൽ നിന്നും വിട്ടുവരുന്നത്. ആ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ. ഈ 2004 ഗിരീഷൻ CRPF ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തതിന് ശേഷം റേഡിയോ ഓപ്പറേറ്ററിലേക്ക് മാറി. അങ്ങനെ സിഗ്നൽ റേഡിയോ ഓപ്പറേറ്റർ ആയിരുന്നു. എൻ്റെ കൂടെയും ഈ ഗിരീഷ് എൻ ഗഡ്സ് റോഡിലുണ്ടായിരുന്നു നേരത്തെ. വളരെയധികം ദുഃഖമുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ ഒരു വേണാട് ജവാൻസ് കൊല്ലം എന്ന ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വളരെയധികം ദുഃഖിക്കുന്നു. ജവാൻ ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു ട്രക്ക് സേനയുടെ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ധീര ജവാന് സമുദ്ര വിഷൻ ആദരാഞ്ജലികൾ നേരുന്നു. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം സമുദ്ര വിഷൻ റിപ്പോർട്ടർ.